ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണ്, പക്ഷേ സ്പീഡ് ഇല്ല. എനിക്ക് ഡി എംസിൽ വരുന്ന കുറേ മെസ്സേജസും മിക്കതും ഇങ്ങനെയായിരിക്കും. എൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണ്, പക്ഷേ സ്പീഡ് ഇല്ല. അപ്പോൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഇപ്പോൾ ക്വാൻസ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള 3 ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ 3 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രിലിംസ് നല്ല സിമ്പിളായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻസ് ആണെങ്കിലും നല്ലൊരു എഡ്ജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ നമ്മൾ ഡെയിലി സി എ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൻ ചാനലിലല്ല, അല്ലാണ്ടൊരു സബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണ് ഡെയിലി സി എ ഡിസ്കസ് ചെയ്യുന്നത്. അത് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് പല സ്റ്റുഡൻസ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഫോളോ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും സംഭവിക്കാനില്ല. ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഫസ്റ്റ് തിങ്, നമ്പർ 1 എന്താണെന്ന് ചോദിച്ചാൽ, വെദർ യുവർ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് നിങ്ങൾ പറയും, പക്ഷേ ശരിക്കും അത് ക്ലിയർ ആണോ എന്നുള്ള ഒരു കാര്യമുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണ് ഇപ്പോൾ ഒരു ഏരിയ പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കുന്നു. ആ പെർസെൻറ്റേജിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അപ്രോച്ചുകളും കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ രീതിയിലുള്ള എന്താണ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുള്ളതും, അതുപോലെ തന്നെ വെറും ഷോർട്ട് ട്രിക്ക് മാത്രമാണോ പഠിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മെയിനായിട്ടുള്ള ചിലരുടെയൊക്കെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അവർ ഷോർട്ട് ട്രിക്കിനെ മാത്രം റിലേ ചെയ്യും. കാരണം നമുക്ക് ബാങ്ക് എക്സാം ആണല്ലോ, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വെറും എന്താണ് ആൻസേഴ്സ് സിമ്പിളായിട്ട് വേണമല്ലോ ചെയ്യാൻ. അതുകൊണ്ട് ഷോർട്ട് ട്രിക്ക് പഠിച്ചു വെക്കാവുന്ന. പക്ഷേ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഷോർട്ട് ട്രിക്ക് പഠിക്കുന്നതിന് കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതികളും പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഷോർട്ട് ട്രിക്ക് വർക്ക് ആവണമെന്നില്ല. ആ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഷോർട്ട് ട്രിക്ക് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും വർക്ക് ആകത്തുള്ളൂ. കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ പഠിക്കണം. ആ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ഷോർട്ട് ട്രിക്കിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നല്ല ഷോർട്ട് ട്രിക്സ് യൂസ് ചെയ്ത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് ഈ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ അഡായിലൊക്കെ വളരെ സിമ്പിളായിട്ട് വെറും ഒരു സ്റ്റെപ്പിലൊക്കെ ആയിരിക്കും നമുക്ക് ആൻസേഴ്സ് ഒക്കെ അവർ സോൾവ് ചെയ്ത് കാണിക്കുന്നത്. ആ ഒരു ആൻസേഴ്സ് പോകുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, അതിലോട്ട് എത്തുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് വളരെ നൈസ് ആയിട്ടാണ് അവർ കൊണ്ടുവന്ന ആൻസറിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, അതിനുശേഷം ഷോർട്ട് ട്രിക്സിലോട്ട് പോവുക. ഷോർട്ട് ട്രിക്സ് മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടിപ്പാണ് വേദിക് മാത്സിന്റെ ട്രിക്ക്. അതായത് ഇപ്പോൾ വേദിക് മാത്സ് എന്താണെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. നമുക്ക് കാൽക്കുലേഷൻ സ്പീഡ് എളുപ്പമാക്കുന്നത്. ഇപ്പോൾ 11 × 12 പെട്ടെന്ന് ഒരു എന്താണ് ഒരു മാത്സിന്റെ ട്രിക്കുകളൊന്നും അറിയത്തില്ലാത്ത ഒരാൾക്ക് ഇത് 11 × 12 ചെയ്ത് നോക്കണം. പക്ഷെ ഞാനിത് വളരെ നിസ്സാരമായിട്ട് പറയും, 132 ആണ് ആൻസർ എന്നുള്ളത്. 12 ഇൻറ്റു ഓക്കെ 13 × 11 എത്രയാണ്? 143 ആണെന്ന് ഞാൻ ആൻസർ പറയും. അതെങ്ങനെയാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദിക് മാത്സിന്റെ ട്രിക്കാണ്. 11 മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് പറയുമ്പോൾ 1ഉം 3ഉം അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് 1 + 3 4 ആയിരിക്കും ആൻസർ. അപ്പോൾ 15 × 11 ആണെന്നുണ്ടെങ്കിൽ ഏതൊരു സംഖ്യയും 11 മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 1ഉം ആ നമ്പർ അപ്പുറം ഇപ്പുറം എഴുതുക. ദെൻ അതിന്റെ അഡീഷൻ ആയിട്ടുള്ള നമ്പർ ഇപ്പുറത്ത് എഴുതുക. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് വേദിക് മാത്സിന്റെ ട്രിക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ എല്ലാ നമ്പേഴ്സിനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ട്രിക്കുകളൊക്കെ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷനെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്പീഡ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതിന് ഉത്തരം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്പീഡ്, കാൽക്കുലേറ്റിംഗ് ടൈം നിങ്ങളുടെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ ടിപ്പ് നമ്പർ 2 എന്താണ്? വേദിക് മാത്സ് ട്രിക്കുകൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അഡായിൽ ഫോളോ ചെയ്യുന്ന വൈറൽ മാത്സ്. വൈറൽ മാത്സ് നവനീത് സാറിന്റെ ക്ലാസ് ആണ്. വളരെയധികം ഹെൽപ്ഫുൾ ആണ് വൈറൽ മാത്സിന്റെ ക്ലാസ്സസ്. നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുക. ക്വാൺസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വൈറൽ മാത്സ് ഡെയിലി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ആകും. കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ആകുമ്പോൾ നിങ്ങളുടെ സ്പീഡും ഓട്ടോമാറ്റിക് ആയിട്ട് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. ഓക്കെ, ദെൻ അടുത്തതാണ് ഞാൻ പറഞ്ഞ അനലൈസ് യുവർ കാൽക്കുലേഷൻ സ്പീഡ്.
നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക. അതിനെന്ത് ചെയ്യണം, കുറെ എന്താണ് ഇതുപോലെ കോൺസെപ്റ്റുകൾ ഈ വേദിക് മാത്സ് പോലത്തെ കോൺസെപ്റ്റുകൾ പഠിച്ചതിന് ശേഷം ചുമ്മാ കണ്ണി കാണുന്ന നമ്പേഴ്സ് 12 × 15 എത്രയാണ്? 12 × 15 എന്ന് പറയുന്നത് 180 ആണ്. അത് കുറേ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ. എപ്പോഴും നമ്മൾക്ക് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കുറേ നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ 12 × 15 ചെയ്യാൻ പല വഴികളുണ്ട്. 12 × 15 12 പിന്നെ 10 പ്ലേസിലാണ് ഈ 1 വന്നിരിക്കുന്നത്. അപ്പോൾ 120 ആൻഡ് 12 × 5 എന്ന് പറയുന്നത് 60 അങ്ങനെ 180 ആയിട്ട് ചെയ്യാം. അതല്ലാണ്ട് 15 × 2 ചെയ്യുവാണെങ്കിൽ 30 ആകും. 12 ബൈ 2 ചെയ്യുവാണെങ്കിൽ 60 ആവും. 6 × 30 180 ചെയ്യാം. അങ്ങനെ നോക്ക് ഒരു മൾട്ടിപ്ലിക്കേഷൻ തന്നെ പല രീതിയിൽ ചെയ്ത് നമുക്ക് ആൻസറിലോട്ട് എത്താം. ഇത് ഡെയിലി ബേസിസിലുള്ള പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് വരുന്നത്. ഓക്കെ. ദെൻ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇപ്പോൾ 11ന്റെ ആണെങ്കിൽ 11 × 14 എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം 11 × 1's place 110 ആൻഡ് 11 × 4 44 154 എന്ന് ചെയ്യാം. അതല്ലാണ്ട് 11ന്റെ 11ന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചുള്ള ഒരു ടിപ്പാണ് 1ഉം 4ഉം അപ്പുറത്തും ഇപ്പുറത്തും എഴുതി 1 + 4 5 154 ഇങ്ങനെയും ആൻസറിലോട്ട് എത്താം. ഇങ്ങനെ പല ടിപ്സുകൾ പല ട്രിക്സുകൾ ഓക്കെ ഇതൊക്കെയെന്ന് പറയുന്നത് ഓരോ ട്രിക്കുകളാണ്. ഈ ട്രിക്കുകളൊക്കെ ഫോളോ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് കുറേ നമ്പേഴ്സ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരും. 12 × 13 അതുപോലെ തന്നെ 13 × 40 ഇങ്ങനെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അടുപ്പിച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെക്കണം. അതൊക്കെയെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കൂടുതലും ക്വാൻസിനാണ്. നമുക്ക് സ്പീഡ് ഇല്ലാത്ത ക്വാൻസിനാണല്ലോ. റീസണിങ്ങിനും സ്പീഡ് ഇല്ലാഴികയുണ്ട്. റീസണിങ്ങിന് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ മെയിനായിട്ടും ക്വാൻസിൻ്റെ കാര്യമാണ് സ്പീഡ് ഇല്ലാഴിക ഒരു ബുദ്ധിമുട്ടായിട്ട് സ്റ്റുഡൻസിന് വരുന്നത്. അപ്പോൾ അതാണ് ക്വാൻസിൻ്റെ കാര്യം പറയുന്നത്. ദെൻ അപ്പോൾ എന്താണ് ഈ ക്വാൺസ് എന്ന് പറയുന്നത് തന്നെ നമ്പറുമായിട്ടുള്ള ഒരു കളികളാണ്. ഓക്കെ. അപ്പോൾ എത്രയും മൈൻഡ് കാൽക്കുലേഷൻ പ്രിലിംസ് ഒക്കെ ആവുമ്പോൾ വെറും മൈന്യൂട്ട് സെക്കൻഡ്സ് അതായത് സ്പീഡ് മാത്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനൊക്കെ ഒരു 10 to 15 സെക്കൻഡ്സിനുള്ളിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യുന്നത് വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് വൈറൽ മാത്സിന്റെ ക്ലാസ്സസ് ഫോളോ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ആകുന്ന ആ ഒരു സ്റ്റേജ് എത്തുന്നിടം വരെ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അതുപോലെ തന്നെ സ്ക്വയേഴ്സ്, അതുപോലെ ക്യൂബ്സ്, അതുപോലെ ഫ്രാക്ഷൻ വാല്യൂസ് ഇത്രയും കാര്യങ്ങൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത് 10 വരെയുള്ള എന്താണെങ്കിലും അറിയും. ദെൻ ഒരു 12 മുതൽ ഒരു 25 വരെ മിനിമം. ഓക്കെ മിനിമം. ആൻഡ് സ്ക്വയേഴ്സ് ആണെങ്കിലും എന്താണ് 2ന്റെ സ്ക്വയർ മുതൽ ഒരു 30 വരെയുള്ള സ്ക്വയേഴ്സ് 30 അല്ല ഒരു 50 വരെയുള്ള സ്ക്വയേഴ്സ് വരെ നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ 40 മുതൽ മുകളിലോട്ടുള്ളതിന് ടിപ്സ് ഉണ്ട്. ഓക്കെ 41 മുതൽ മുകളിലോട്ടുള്ളതിന് ട്രിക്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആ സ്ക്വയേഴ്സിനെ പെട്ടെന്ന് ചെയ്യാം. ദെൻ ക്യൂബ്സ് ആണെങ്കിലും ഒരു 2 മുതൽ ഒരു എന്താണ് ഒരു 20 വരെ ഉള്ളതെങ്കിലും ഒരു മിനിമം ഫ്രാക്ഷൻ വാല്യൂസ് ഇപ്പോൾ 6.6 എത്ര ആണ് 1/12 1/11 1/11 ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 9ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും അത് പോകുന്നത്. അപ്പോൾ 2/11 വരുമ്പോൾ അങ്ങനെ 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 എല്ലാത്തിനും ട്രിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതായത് ഫെമിലിയർ ആയിട്ട് നമ്പേഴ്സുമായിട്ട് ഫെമിലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എടുപിടിന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റക്ക് ആയി പോകും. അങ്ങനെയാണ് ഈ സ്റ്റക്ക് ആയി പോകുന്നുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇംപ്രൂവ് ആകാതെ വരുമ്പോൾ നമ്മൾക്കൊരു വെപ്രാളമൊക്കെ വരും. ആ ഒരു ക്വസ്റ്റ്യൻസും പെട്ടെന്ന് ചെയ്യണമെന്നുള്ള ഉണ്ടല്ലോ ആ ഒരു എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനും എല്ലാം കൂടെ ആകുമ്പോൾ കയ്യിൽ നിൽക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, സ്ക്വയേഴ്സ്, ക്യൂബ്സ്, ഫ്രാക്ഷൻ വാല്യൂസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരു 50% സ്പീഡ് ഇല്ല എന്നുള്ള ആ ഒരു പ്രശ്നം ടാക്കിൾ ചെയ്യും. അത് എൻ്റെ ഉറപ്പാണ്. കാരണം ഞാൻ ഈ ഒരു എന്താണ് ഇപ്പോൾ എൻ്റെ ഒരു സ്പീഡ് ഒന്ന് ഇച്ചിരി ഒന്ന് കുറയുവാണെന്ന് കണ്ടാൽ പോലും ഞാൻ ഡെയിലി ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു അടുപ്പിച്ചൊരു 7 ദിവസമാണെങ്കിൽ പോലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ചെയ്തു പോണം. ഡെയിലി ചെയ്യണം. ഡെയിലി പഠിക്കാനിരിക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നല്ല ടോപ്പ് ടിപ്സ് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഫോളോ ചെയ്ത് നോക്കുക. ദെൻ ഇത്രയും നേരം നമ്മൾ ക്വാൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് റീസണിങ്ങിന്റെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ എന്ത് വേണം ചെയ്യാൻ എന്ന് പറയാം. ഇപ്പോൾ റീസണിങ്ങിന് മെയിൻ ആയിട്ട് വരുന്നത് പസിൽസ് ആൻഡ് സീറ്റിംഗ് ആണ്. ഓക്കെ. പസിൽസ് ആൻഡ് സീറ്റിംഗ് ആണ്. അതല്ലാണ്ട് വരുന്നത് മിസ്സെലേനിയസ് പാർട്സ് ആണ്. ഓക്കെ. ഇങ്ങനെ രണ്ടായിട്ട് നമ്മളുടെ റീസണിങ്ങിനെ നമുക്ക് തിരിക്കാം. അതിൽ പസിൽസ് മെയിനായിട്ടും എന്താണ് പ്രാക്ടീസ്.
പ്രാക്ടീസ് കൊണ്ടാണ് പസിൽസിൽ സ്പീഡ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് പസിൽസ് എന്താ തുടക്കത്തിൽ ഞാനും സ്റ്റക്കായിരുന്നു. എനിക്കും അറിഞ്ഞുകൂടായിരുന്നു എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്തിട്ടും എനിക്ക് പോസിബിലിറ്റീസ് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ എന്താണ് ജോലി കിട്ടിയവർക്കും ഉണ്ട്, ഇപ്പോൾ പ്രിലിംസ് പാസ്സായിട്ടുള്ളവർക്കും ഉണ്ട്, മെയിൻസിലോട്ട് എത്തുന്നവർക്കും ഉണ്ട്. ഈ പ്രശ്നങ്ങളിൽ കൂടെ തന്നെയാണ് ഓരോരുത്തരും കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നങ്ങളെ ടാക്കിൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ പസിൽസിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. കാരണം ഞാൻ ഇതുപോലൊരു ഹിന്ദി യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു ആസ്പിരന്റ് പറയുന്ന കേട്ട് ഞാനത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി. എന്താണ് അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കത് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഗൈഡ്ലിയിൽ ഫ്രീ PDF അവൈലബിൾ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ എനിക്ക് മെയിനായിട്ടും ഗൈഡ്ലിയിലാണ് ഇതുപോലെ ഫ്രീ PDFs ഒക്കെ നല്ലതായിട്ട് യൂസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗൈഡ്ലി കൂടുതൽ കൂടുതൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും PDF സോഴ്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിലും കുഴപ്പമില്ല. ഏതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ബോക്സ് ബേസ്ഡ് പസിൽ ആണെന്ന് വെച്ചോ. ബോക്സ് ബേസ്ഡ് പസിൽ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പോയി ഫ്രീ PDF സെഷനിൽ നമ്മൾക്ക് ഇതുപോലെ ബോക്സ് ബേസ്ഡ് പസിൽ എന്നുള്ള ഒരു PDF കിട്ടും. ആ PDFിൽ എനിക്ക് തോന്നുന്നു ഒരു 5 ബസ്സിലും 10 ബസ്സിലും ഒക്കെ ആയിരിക്കും ഉള്ളത്. 5 ടു 10 ബസ്സിലൊക്കെ ആയിരിക്കും ഒരു PDFിൽ ഉള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു മാരത്തൺ പോലെയോ ഒക്കെ 50 പസിലിന്റെ ഒക്കെ സെറ്റ് ചിലതിൻ്റെ അകത്തൊക്കെ 50 പസിലിന്റെ സെറ്റ് എന്നും പറഞ്ഞ് വരും. അപ്പോൾ അങ്ങനെയുള്ള PDF എടുക്കുക. അങ്ങനെയുള്ള PDF എടുത്തിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ 1, 2, 3 എന്നും പറഞ്ഞ് ഇങ്ങനെ ചെയ്യുക. ബോക്സ് ബേസ് പസിൽ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി ക്വസ്റ്റ്യൻ ഇങ്ങനെ 1, 2, 3 എന്നും പറഞ്ഞിട്ടേക്കുക. ദെൻ ക്വസ്റ്റ്യൻ ഡീകോഡ് ചെയ്യുക, ആൻസർ കണ്ടെത്തുക. അപ്പോൾ ഒരു പസിലിന് തന്നെ ABCD എന്നുള്ള ക്വസ്റ്റ്യൻസ് കാണും, സബ് ക്വസ്റ്റ്യൻസ്. അതെല്ലാം ആൻസർ മാർക്ക് ചെയ്യുക. അങ്ങനെ ഒരു 50 സെറ്റ് അല്ലെങ്കിൽ ഒരു 10 സെറ്റ് ആയിരിക്കും കൂടുതലുള്ളത്. അങ്ങനെ ഫുൾ ചെയ്ത് പോവുക. ഏത് ഏരിയ ഇപ്പൊ നിങ്ങൾക്ക് സിലോജിസം ആണോ വീക്ക്, സിലോജിസത്തിന്റെ ഒരു 50 ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് മിസലേനിയസിലെ ക്വസ്റ്റ്യൻസ് ആണോ വീക്ക്, അത് ചെയ്യുക. ബ്ലഡ് റിലേഷൻ ആണോ വീക്ക്, അത് ചെയ്യുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ആകും. ഓക്കെ. ദെൻ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യം തുടക്കമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈമർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ടൈമർ യൂസ് ചെയ്യാണ്ട് ആ ഒരു എന്താണ് ആ കൺസെപ്റ്റ് ഇങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കുക. നമ്മൾ സ്വയം ചെയ്യുമ്പോൾ ഇങ്ങനെ കോൺസെപ്റ്റ് ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന സാധനം ഇങ്ങനെ അഴിഞ്ഞ് സ്മൂത്ത് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഓരോ ക്വസ്റ്റ്യനും സ്വയം സോൾവ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഒരു വലിയൊരു കുരുക്ക് ഞാൻ സ്വയം അഴിച്ച് വരുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഓരോ എന്താണ് കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആക്കി സ്വയം എടുക്കുമ്പോൾ. അങ്ങനെ സ്വയമായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. എവിടാണോ തെറ്റുന്നത് ആ ഭാഗത്തിനെ വെച്ച് ഇങ്ങനെ ഡീകോഡ് ചെയ്ത് സ്വയം എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പസിൽസിലൊക്കെയുള്ള പ്രശ്നങ്ങളും എല്ലാം മാറി കിട്ടുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കൂടെ തന്നെ അതും ടൈമർ ഇല്ലാന്നോർത്ത് ലാഗ് അടുപ്പിക്കണ്ട. ഇത് ടൈമർ ഒന്നും യൂസ് ചെയ്യണ്ട. പെട്ടെന്ന് ചെയ്ത് പോവാ. ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും ഒക്കെ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ റീസണിങ്ങിലും ക്വാന്റ്സിലും ഒക്കെ പ്രശ്നങ്ങൾ പറയുന്നവർ ഇങ്ങനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇതെനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആകും. അപ്പോൾ YT ചാനൽസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മെയിൻസിലോട്ട് എത്തിയിട്ടില്ലാത്തവർ അഡ്ഡ ഒക്കെ ഫോളോ ചെയ്യുക. അഡ്ഡ ഒക്കെ പ്രിലിംസിന്റെ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് കിട്ടും. ഇപ്പം ക്വാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എന്താണ് ബോട്ട് ആൻഡ് സ്ട്രീം ഫോർ ക്വാന്റ്സ്, അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഫോർ ക്വാന്റ്സ്, അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, റീസണിങ്, അങ്ങനെയൊക്കെ ഓരോന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം കൂട്ട് ക്ലാസ്സസ് കിട്ടും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സോഴ്സ് തന്നെ ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ ഫോളോ ചെയ്ത സോഴ്സസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.